ഇത് ടെറ്റിലെ ഒരു പാലമാണിത്. ടെറ്റ് പ്രൊവിൻസ് എന്നുള്ളൊരു പാലമാണിത്. ഇതുണ്ട്, നല്ല അടിപൊളി വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടോ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ടോൾ കൊടുക്കണം, അതാണ് വലിയൊരു കഷ്ടം. ഉണ്ട് പിന്നെ രസം നോക്കി. ഇന്നലെയൊക്കെ ഇവിടെ നല്ല വെയിലായിരുന്നു, പക്ഷെ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് മഴക്കാലം പോലെ മഴക്കാർ പിടിച്ച് കിടപ്പുണ്ട്. നല്ല അടിപൊളി പാലമൊക്കെ, നല്ല അടിപൊളി. ഇതുണ്ടില്ലേ, കണ്ടോ, ഒരു ദ്വീപ് പോലെ നിൽക്കുന്നുണ്ടോ, അതിന് ചുറ്റും വെള്ളം. വലിയ വെള്ളം വരുമ്പോൾ അതൊക്കെ മൂടി പോകുമായിരിക്കും. ഇവിടെ വീടും കാര്യങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടില്ലേ, ഒക്കെ വീടുകളൊക്കെ കണ്ടില്ലേ, വീടുകളൊക്കെ കണ്ടില്ലേ. നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇന്ന് ദൈവം അനുഗ്രഹിച്ച് മഴക്കാറുണ്ട് ഇല്ലേ. ടെറ്റാണ് മൊസാംബിക്കിലെ ഏറ്റവും നല്ല ചൂടുള്ള സ്ഥലം. മൊസാംബിക്കിൽ ടെറ്റാണ്. അറൗണ്ട് 45-46 പോകും. കണ്ടില്ലേ, ഇപ്പം നല്ല അടിപൊളിയായി. അവിടെ ടോൾ കൊടുക്കാനുണ്ട്. കഷ്ടം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അലിത്യം പുറത്താച്ചിട. അവിടെ ഒരു കല്ലാണ് നിൽക്കുന്നത്, ആ മേളിൽ നിന്ന് നിൽക്കുന്നുണ്ടോ. ആ കല്ലിൻ്റെ നേരെ അടിയിലൊക്കെ എന്തൊക്കെയാണ് വീടുകളൊക്കെ ഉണ്ടോ. ഓക്കെ, ഞാൻ ഈ ടോളൊന്ന് കൊടുക്കട്ടെ കോടാലി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതെടുക്കാം. തിരിച്ച് പോകുമ്പോൾ ഒന്നും കൂടി എടുക്കാം. ചങ്ങായിമാരെ, ഇതാണ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ട പാലത്തിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇവിടുന്നാണ് മലാവിയിലോട്ടൊക്കെ പോകുന്നത്. ഇവിടുന്നാണ് മലാവി അങ്ങനെ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ സൂബ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ടോൾ ഗേറ്റ് അല്ല, ഫ്രണ്ട് വരാം ബോർഡർ അതുണ്ട്. അതുവഴി പിന്നെ മലാവിയിലോട്ട് പോകാം. പിന്നെ തന്നെ അവിടെയാണ് സിംബാബ്വേക്ക് പോകാം. അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് വന്നിട്ട് ഇപ്പം നമ്മൾ ടെറ്റ് എന്ന് പറഞ്ഞ പ്രൊവിൻസിലോട്ട് എൻട്രി ചെയ്യുകയാണ്. അവിടെയാണ് ഈ പാലം ഉള്ളത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ നേരെ പുറകോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞത്. അതായത് നമ്മൾ വരുമ്പം കണ്ടത് അങ്ങനെ പോവുകയാണെങ്കിലാണ് സൂബെ മലാവി. ഇത് കണ്ടോ, ആ പാറയാണ് പറഞ്ഞു. ആ പാറയെന്ന് വെച്ചിട്ട് എത്ര പേരെ വീട് വെച്ചിട്ട് താഴെ ഇരിക്കുന്നതെന്ന് കണ്ടോ. കാണത്തില്ല, പോയി. കണ്ടോ എത്ര പേരാ വീടും വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടോ. ഇടുങ്ങിയ റോഡാണ്. പക്ഷെ ഇതിലെ കൂടെയാണ് ഇതൊക്കെ പോകുന്നത്. നമ്മുടെ ട്രെയിലറും ട്രക്കും ഒക്കെ ഇതിലെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ വേറെന്താ പറയാൻ വേണ്ടിയിട്ട്, മുമ്പേ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ മൊസാംബിക്കിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം ടെറ്റ്. അറൗണ്ട് ഒരു 45 ഡിഗ്രി ഒക്കെ വരെ വരും. ഒരു കാറ് കയറ്റിയിട്ടേക്കുന്നുണ്ടോ, ഇപ്പം താഴെ പോകും. അങ്ങനെയൊക്കെയാണ് കയറ്റിയിട്ടേക്കുന്നത് അമ്മമാർ. അങ്ങനെ ഇതുണ്ട്, ഫാർമസി. ഭയങ്കര തിന്നായിട്ടുള്ള റോഡായതുകൊണ്ടാണ് ഭയങ്കര റഷ് വരുന്നത് ഇവിടെ. പിന്നെ ആ ടോൾ ഗേറ്റ് ഉള്ളത് കൊണ്ടിട്ടാണ്. ടോൾ ഗേറ്റിൽ ഇങ്ങോട്ട് വരുമ്പം കാശ് കൊടുക്കണ്ട, അങ്ങോട്ട് പോകുമ്പം കാശ് കൊടുക്കണം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഇങ്ങോട്ടാണോ എന്നൊരു ഡൗട്ടും ഉണ്ട്. മുന്നേ ഇങ്ങനെ പോകേണ്ടത് ഞങ്ങൾ ഇങ്ങനെ പോയി. അവിടെ എൻ്റെ അടുത്ത് ഒന്നും കൂടെ തിരിച്ചു വരേണ്ടി വന്നു. എന്നാ ചെയ്യാനാന്ന് പറയാം, വഴി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. വഴിയൊക്കെ അറിയാം, പിന്നെ അതിലൊന്ന് പോയി നോക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കസ്റ്റാനിന്നു നവാലബേ താക്കാറു കണ്ട കപ്പലണ്ടി കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത് കണ്ട പ്ലാസ്റ്റിക്കിലൊക്കെ കൊണ്ടുപോയിട്ട് നടക്കുന്നത്. പക്ഷെ 200 മെറ്റിക്കാശോ ഇതിൻ്റെ വില, ഭയങ്കര കാശ. കാരുടെ ദേശ അങ്ങനെ ഭയങ്കര തിരക്കാം.
ഇതെത്തുന്നുമില്ല, ക്യൂ നിന്ന് മടുക്കുകയും ചെയ്യും കോപ്പ്. Vamos, quando nós passamos aí na Chimoio, né? Na Inchope, vamos comprar esse semi-de-caixa. Vamos comprar? Esse tipo semi-de-caixa. Ali. Castanho. Aqui, 200. സ്റ്റക്കായി അവിടെ. അയ്യോ, ഇതിനെ കട്ട് ചെയ്തിട്ട് വേണം യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. കണ്ടോ, മഷേൽ ഇവിടെ വായിക്കുന്നത് അങ്ങനെ, നമ്മൾ വായിക്കുന്നത് എന്നാ മൈക്കിൾ. മൈക്കിളും നല്ല കോപ്പ്. അങ്ങനെ അടുത്തത് നമ്മുടെ കാറാണ് ഗൈസ്. 100 മെറ്റിക്കാശ് ഏതാണ്ടാ തോന്നുന്നു, കള്ളന്മാർ. ഇല്ല ഗൈസ്, 50 മെറ്റിക്കാശേ ഉള്ളൂ ഗൈസ്. ബാക്കി 50. ഇതാണ് ആ പാലത്തിൻ്റെ ടോപ്പ്. ഇപ്പം ഇങ്ങനെ പോയി അവിടെ പുതിയൊരു വലിയൊരു പാലമുണ്ട്. ഇത് അവിടെ കാണുന്നുണ്ടോയെന്നറിയാല, അവിടെയുണ്ട് വലിയ പാലം. അതെങ്ങോട്ട് പോകുന്നതാണോ കോടാലി? ഓ, ഇതിൻ്റെയാണ് സ്റ്റെബിലൈസറും ഇല്ല. ഇതിന് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ പാണ്ടാരം. കണ്ടില്ല? ഓ, അടുത്ത് തന്നെ ഒരു ഫോൺ മേടിക്കണം ഗൈസ്. അത് ശരിയാവില്ല ഗൈസ്. മഴ പെയ്യണമെന്ന് തോന്നുന്നു, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടെന്ന് തോന്നുന്നു. മുമ്പേ നിങ്ങൾ കണ്ടത് തിരിച്ചു പോയിട്ടുള്ള കാഴ്ച. ഇതിപ്പോൾ കണ്ടോ, ഇത് കണ്ടോ, മലയൊക്കെ ഉണ്ട്. എന്താ വണ്ടിയാ പോയെന്ന് കണ്ടോ, ഒറ്റ വണ്ടിയിൽ നിന്ന് 50 രൂപ വെച്ച് മേടിച്ച എത്ര പൈസ. ഇതെല്ലാം തിരിച്ചു വരുന്ന വണ്ടിയാണ്, ഒന്നും തിരിച്ച് അങ്ങ് പോകുന്ന വണ്ടിയല്ല. എന്നാലോചിച്ച് നോക്കി, കാശ് എത്രയത്. എന്നിട്ട് ഈ രാജ്യം പട്ടിണി. ആലോചിച്ച് നോക്കി, ഒരു ദിവസം എങ്ങനെ പോയാലും 1 ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തുന്നുണ്ട് ഇവന്മാർ മാത്രം, ഈ ഒറ്റ ടോൾ ഗേറ്റ്. അപ്പം ഇവിടെ എത്ര ടോൾ ഗേറ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഗൈസ്, പാലം തീരുന്നു ഗൈസ്. മറ്റേ പാലം വരുമ്പോഴാണെങ്കിൽ ഒന്നെടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഇയറിനെ കണ്ടതിനെക്കാട്ടി നല്ല പച്ചപ്പായിട്ടുണ്ട് ഗൈസ്. എന്നാലും ടെറ്റ് നല്ല അടിപൊളിയാണ്, കണ്ടില്ലേ? സെറ്റപ്പാ. അല്ല, അവിടെ എന്താണ്ടിൻ്റെയൊക്കെയോ പ്രതിമയൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ഉണ്ടല്ലേ, ഇതക്കരെ നിന്നൊരു കാഴ്ച, ഇതിക്കരെ നിന്നൊരു കാഴ്ച. എന്തായാലും സാധനം കൊള്ളാം, സീനറിയൊക്കെ കൊള്ളാം. കണ്ടില്ല, തെറ്റും ഇല്ലതാ ഗൈസ്. Rápido. Você quer parar aqui? Vamos por emergência. Emergência? Por quê? Chefe, não quer tirar foto? Nada. Você quer? Lembrar, né? Você pode parar ali, tirar foto.